ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഡേ ട്രേഡിംഗ് സ്റ്റോക്സ് 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അതായത് നമ്മൾ 5 ഇയേഴ്സിലെ 52 വീക്ക് ഹൈ ബ്രേക്കൗട്ട് സ്കാൻ ഉപയോഗിച്ചിട്ടായിരുന്നു ആ സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ SRF, നവിൻ ഫ്ലോർ, അതുപോലെ വിജയ ഡയഗ്നോസ്റ്റിക് ഈ 3 സ്റ്റോക്സിലാണ് സെലക്ട് ചെയ്തിരുന്നത്. ഇത് നമ്മൾ SRFിലെ ലെവൽ മാർക്ക് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ SRF ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. നമ്മളിവിടെ ലെവൽ മാർക്ക് ചെയ്തു, പക്ഷേ താഴെയാണ് ഓപ്പൺ ചെയ്തത് മാർക്കറ്റ്. കണ്ടോ, താഴെ ഓപ്പൺ ചെയ്തു. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ മാർക്ക് ചെയ്ത ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ സപ്പോർട്ടായിട്ടാണ് മാർക്ക് ചെയ്തത്, പക്ഷേ അത് റെസിസ്റ്റൻസ് ആയി മാറി. കാരണം മാർക്കറ്റ് ആ ലെവൽസിന് താഴെയാണ് ഓപ്പൺ ചെയ്താറുണ്ട്. ആ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയി മാറി. ഉണ്ടോ, ആ ലെവൽ റെസിസ്റ്റൻസ് ആയി. പിന്നെ ആ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഉണ്ടോ, അപ്പോൾ ആ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സ്റ്റോക്സ് പറഞ്ഞിരുന്നത് നവിൻ ഫ്ലോർ ആയിരുന്നു. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ 2 ലെവൽസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഉണ്ട്, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. നമ്മുടെ ആ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലും നമുക്കൊരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൂന്നാമത്തെ സ്റ്റോക്സ് വിജയ ഡയഗ്നോസ്റ്റിക് ആയിരുന്നു. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ടോ, നമ്മൾ ആ ലെവൽസ് അവിടെ മാർക്ക് ചെയ്തിരുന്നു. ഇതുപോലെ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ ഈ ഒരു സപ്പോർട്ടും ഇവിടെ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാക്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്, അതിനുശേഷം താഴേക്ക് വന്നു. നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സപ്പോർട്ട് ലെവൽ കണ്ടോ, ഈ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്തു. കണ്ടോ, അവിടുന്ന് തിരിച്ച് ബൈ വന്നു. കണ്ടോ, നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ ആ റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മാർക്ക് ചെയ്ത ഈ റെസിസ്റ്റൻസ് ലെവലിൽ കണ്ടോ എക്സാർ ഇവിടെ ഹിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. അതായത് ആ ലെവൽസിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോയിന്റിൽ ലിക്വിഡിറ്റി കൂടുതലാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ താഴേക്ക് വന്നു. ഉണ്ടോ, ഇവിടെ ഒരു ലോ എടുത്തുകൊണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്, വിക്സ് വന്നിട്ടുണ്ട്. ഈ വിക്സ് വരുന്ന അധികം ലിക്വിഡിറ്റി കളക്ഷനാണ്. ആ വിക്സ് വന്നിട്ട് ആ സപ്പോർട്ടിലുള്ള ലിക്വിഡിറ്റി ഒക്കെ കളക്ട് ചെയ്തു. ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഡേഴ്സാണ്. അവിടെ ബൈ ഓർഡേഴ്സ് ഉണ്ടാവാം, സ്റ്റോപ്പ് ലോസ് സെൽ ഓർഡേഴ്സ് ഉണ്ടാവും. ആ ഓർഡേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തിരിച്ച് കയറാണ് ചെയ്തത്. നമ്മൾ മെയിനായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഇതുപോലെ ലെവൽസ് മാർക്ക് ചെയ്ത് ഏത് ഏരിയയിലായിരിക്കും ലിക്വിഡിറ്റി കൂടുതലുണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ലിക്വിഡിറ്റി നല്ല രീതിയിൽ ഉണ്ടാവും, കാരണം അത് റെസിസ്റ്റൻസ് ആയതുകൊണ്ട്. അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ആയതുകൊണ്ട്, അത് ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആയതുകൊണ്ട് ഈ ഏരിയയിലും ലിക്വിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ലെവൽ വന്നിട്ട് ഒരു ലോ എടുത്തതുണ്ടോ, ആ കറക്റ്റ് ലെവലിൽ നിന്ന് ഒരു വിക്സ് വന്നു. അതിനുശേഷം മാർക്കറ്റ് കയറി. അപ്പോൾ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു, നല്ല രീതിയിൽ അപ്പ് സൈഡിൽ പോയി കണ്ടോ ആ റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു മെത്തേഡ് നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡേ ട്രേഡിംഗിൽ നല്ല സ്റ്റോക്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.